ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് പതിവില്ലാതെ ഞാൻ 6 മണിക്ക് എണീറ്റു ഗൈസ്. അപ്പം 5:30 ആയപ്പോൾ ഞാൻ അലാം വെച്ചു, പക്ഷേ എണീറ്റില്ല. അങ്ങനെയാണ്, ഞാനൊരു ഭയങ്കര മടിച്ചിയാണ്. പണ്ടൊക്കെ ഞാൻ നേരത്തെ എണീക്കുമായിരുന്നു, അലാം വെച്ചൊക്കെ അങ്ങനെ എണീക്കുമായിരുന്നു. നേരത്തെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ വരെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് അങ്ങനെ ആ സമയത്തൊക്കെ അങ്ങ് ഉഴപ്പി ഇപ്പം ഞാനൊരു മടിച്ചിയായി. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പല്ല് തേച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനിയും എണ്ണ ചൂടാക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഒരാൾ എണ്ണ ചൂടാക്കിയിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കുറേ പണികളൊക്കെ ഉണ്ട്. രാവിലെ നല്ല തണുപ്പ് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞാൻ പുറത്തൊക്കെ നിന്ന് അതൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വന്നത്. അതൊന്നും കുറച്ച് എടുക്കാൻ സാധിച്ചില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അപ്പം ഇന്നലത്തെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്തത് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് സങ്കടമായി പോയി. ഞാൻ കുറച്ച് വൈകിപ്പോയി എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും വേണ്ട പെർഫെക്ഷൻ കിട്ടിയില്ല ഗൈസ്. എന്തായാലും നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ നമ്മൾ തുടച്ചിട്ടു. ഇന്നലെ രാത്രിയിൽ ഞാനിതൊക്കെ ക്ലീൻ ചെയ്തിട്ടതായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന കാണുമ്പം ഇങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ തോന്നും. നിങ്ങളൊക്കെ അങ്ങനെയാണോ? നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കും, ഞാനും അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. എനിക്ക് എവിടെയെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അതങ്ങ് തുടച്ച് മാറ്റാതെ എനിക്കൊരു ഇത് വരത്തില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ പിന്നെ സിങ്ക് അവിടെ സിങ്കെന്ന് കൗണ്ടർ ടോപ്പ് എല്ലാം അങ്ങ് തുടച്ചങ്ങ് കൊടുക്കുകയാണ് ഗൈസ്. രാവിലെ ഇപ്പം നിങ്ങൾ തുടങ്ങി, ഈ പെണ്ണിന് രാവിലെ തുടങ്ങിയോന്ന്. അങ്ങനെ നമ്മൾ നേരത്തെ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാപ്പി നമ്മൾ കുടിക്കുകയാണ്. അപ്പം കാപ്പിയൊക്കെ ഇങ്ങനെ കുടിച്ച് വെളിയിലൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് കണ്ടില്ലേ. അപ്പോഴാണ് ഓർത്തത് നമുക്ക് കഴിക്കാൻ ചോറ് വേണമല്ലോ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ്ടേ. അപ്പം നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ, കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ അടുപ്പി വെച്ചു. അപ്പം ചേട്ടന് പോകാനുള്ള വെള്ളമൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഓർത്തു അത് വെച്ചിട്ട് വന്ന് ഇതെടുത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ കുപ്പിക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ചേട്ടനുള്ള ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കിയായിരുന്നു. ഞാൻ 5:30 അലാം വെച്ചിട്ട് എണീറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി അമ്മയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാനുള്ളതൊക്കെ ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചു. അങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് മീനൊക്കെ വെട്ടി, അത് കഴിഞ്ഞ് നമ്മൾ ദോശ ചുട്ടു. നമുക്ക് വേണ്ടിയിട്ടുള്ള ദോശ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നതാണ്. പിന്നെ ഞാൻ മീൻ വെട്ടി, ഞാൻ തന്നെ മീൻ കറി വെച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ അടുക്കളയുടെ കോലം ഇതാണ്. നമ്മുടെ പാചകം കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധക്കളമായി. ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പറക്കിയൊക്കെ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഞാനെല്ലാം പറക്കിക്കൊണ്ട് വർക്ക് ഏരിയയിലോട്ട് പോവുകയാണ്. ഇനി ഇതെല്ലാം കഴുകി പറക്കിയൊക്കെ വെക്കണം. മൊത്തത്തിൽ കുളമായി കിടക്കുക. അപ്പം അമ്മ ഇന്ന് ഇവിടെ ഇല്ല. അമ്മനെ കൊണ്ടുവിടാനും കൂടെ ഞാനിങ്ങനെ പോവുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അമ്മയെ ഞാൻ വണ്ടി കയറ്റി പോയി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.